മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ പി ആന്റണി. ആടിനറിയുമോ അങ്ങാടി വാണിഭം എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. അങ്ങാടിയും വാണിഭവും വിശേഷജ്ഞാനം വേണ്ട കാര്യങ്ങളാണ് എന്ന് അത് സൂചിപ്പിക്കുന്നു. ചന്ത, കമ്പോളം, വിപണി എന്നൊക്കെ അങ്ങാടിക്ക് പര്യായങ്ങളുണ്ട്. പുത്തനങ്ങാടി, പഴവങ്ങാടി, മീനങ്ങാടി എന്നിങ്ങനെ ചില സ്ഥലനാമങ്ങൾ അങ്ങാടിയോട് ചേർന്ന് നിൽക്കുന്നു. അങ്ങാടിയിൽ സാധനങ്ങളുടെ വിനിമയം മാത്രമല്ല നടക്കുന്നതെന്നാണ് അരമന രഹസ്യം, അങ്ങാടി പരസ്യം എന്ന പഴഞ്ചൊല്ലിലെ സൂചന. ആധുനിക കാലത്ത് ചന്തയും അങ്ങാടിയും ഒക്കെ സാംസ്കാരിക മണ്ഡലത്തിന് പുറത്താണ് എന്നൊരു ധാരണ പരന്നിരുന്നു. അച്ചടക്കമില്ലായ്മയെയോ ബഹളങ്ങളെയോ പരാമർശിച്ച് ഇതെന്താ ചന്തയാണോ എന്ന ശകാരം പലപ്പോഴും സാംസ്കാരിക മണ്ഡലങ്ങളിൽ ഉയരാറുണ്ട്. പുസ്തകച്ചന്ത എന്ന പേര് പുസ്തക വിപണന മേളയ്ക്ക് DC കിഴക്കേമുറി നൽകിയപ്പോൾ പലയിടത്തു നിന്നും പ്രതിഷേധമുയർന്നിരുന്നു. എങ്കിലും ചന്തയുടെ സാംസ്കാരിക മൂല്യത്തെക്കുറിച്ച് നല്ല ധാരണയുണ്ടായിരുന്ന അദ്ദേഹം ആ പേരിൽ ഉറച്ചു നിന്നു. നമ്മുടെ പഴയ സാഹിത്യം അങ്ങാടിയെയും വിപണനത്തെയും മോശം കാര്യമായി കണക്കാക്കിയിരുന്നില്ല. പ്രാചീന മണിപ്രവാള കാവ്യങ്ങളിൽ പലതിലും അങ്ങാടികൾക്കും വിപണന വസ്തുക്കൾക്കും നല്ല ഇടം കിട്ടിയിരുന്നു. കവല, നാൽക്കവല എന്നൊക്കെയുള്ള അർത്ഥമാണ് സംസ്കൃതത്തിലെ ശൃംഗാടകം എന്ന പദത്തിനുള്ളത്. ഇത് പ്രാകൃതത്തിൽ സംഘാട എന്നു മാറുന്നുവെന്നും അതിലെ സകാരം കളഞ്ഞാണ് മലയാളികൾ അങ്ങാടി എന്ന രൂപം സൃഷ്ടിച്ചത് എന്നും പണ്ഡിതാഭിപ്രായമുണ്ട്. ആദ്യകാലങ്ങളിൽ നമ്മുടെ അങ്ങാടികൾ നാൽക്കവലകളിൽ ആയിരുന്നിരിക്കണം രൂപപ്പെട്ടത്. പുത്തിടം, മുച്ചന്തിക്കൽ, കായംകുളം, തട്ടാരമ്പലം, കുരിയനാട് എന്നിങ്ങനെ അങ്ങാടികളെക്കുറിച്ച് 13-ാം ശതകത്തിൻ്റെ ഉത്തരാർദ്ധത്തിലുണ്ടായ ഉണ്ണുനീലി സന്ദേശത്തിൽ പറയുന്നു. ഇതിലെ ചില അങ്ങാടികൾ സ്ഥിര സങ്കേതങ്ങളെങ്കിൽ ചിലത് താൽക്കാലികമാണ്. കായംകുളം, പുത്തിടം അങ്ങാടികളും അനന്തപുര വർണ്ണനത്തിൽ പരാമർശിക്കപ്പെടുന്ന അനന്തപുരവും ഉണ്ണിയാടി ചരിതത്തിലെ ശ്രീപർവ്വതവും സ്ഥിരം ചന്തകളാണ്. ഉച്ചയ്ക്ക് മുമ്പേ ആളും ബഹളവും ഒഴിയുന്ന പകൽ ചന്തകളും വൈകുന്നേരങ്ങളിൽ ആളുകൂടുന്ന അന്തിച്ചന്തകളും ഈ കൃതികളിൽ പരാമർശിക്കപ്പെടുന്നു. അങ്ങാടികളെ പരാമർശിക്കാൻ മാത്രമല്ല, വിസ്തരിച്ച് വർണ്ണിക്കാനും പ്രാചീന മണിപ്രവാള കവികൾ സമയം കണ്ടെത്തിയിരുന്നു. ഉണ്ണുനീലി സന്ദേശം പൂർവ്വഭാഗത്തിലെ 80 മുതൽ 83 വരെയുള്ള ശ്ലോകങ്ങൾ മുച്ചന്തിക്കൽ അങ്ങാടിയിലെ അന്തിക്കച്ചവടത്തിലെ വിപണന വസ്തുക്കളുടെ വിവരണമാണ്. 84-ഉം 85-ഉം ശ്ലോകങ്ങൾ ചന്തയിൽ കേൾക്കുന്ന ഭാഷണ വിശേഷങ്ങളാണ്. തട്ടം, കട്ടിൽ, കയർ, വല തുടങ്ങിയവയും കാരിരുമ്പും കരിമ്പും വിൽപ്പനയ്ക്കുണ്ട്. 81-ാം ശ്ലോകത്തിൽ വിവിധയിനം നെല്ലുകളുടെ വിവരണമാണുള്ളത്. കൂരൻ, ചോഴൻ, പഴവരി, വെണ്ണക്കണ്ണൻ, മോടൻ, മാടൻ, കറുവ, കൊടിയൻ, പൊക്കാളി എന്നിവയൊക്കെ നെല്ലിനത്തിൽപ്പെടുന്നു. 82-ാം ശ്ലോകം മീനുകളുടെ വിവരണമാണ്. കോല, മൂങ്ങൻ, ചുറക്, കൊഴുമീൻ, കൊഞ്ച്, പാമ്പാട, പൂൻമീൻ, ചേർമീൻ, ആരൽ, കരിമീൻ എന്നിങ്ങനെ നീളുന്നു മീൻ വിവരണം. വാരനാരികളും ക്ഷേത്രങ്ങളും പ്രതിഷ്ഠകളും ഭൂഭാഗ ഭംഗികളും മാത്രമല്ല, അങ്ങാടികളും വർണ്ണനാവിഷയമാണെന്നതിൽ നമ്മുടെ പ്രാചീന മണിപ്രവാള കവികൾക്ക് സംശയം ഉണ്ടായിരുന്നില്ല. മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.